ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മന്തി ബിരിയാണി ഉണ്ടാക്കിയാലോ. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ മന്തി ബിരിയാണി എന്നുള്ളത്. അതേമാതിരി തന്നെ ഒരുപാട് ചാനലുകളിൽ ഉണ്ടാക്കിയിട്ടും കാണിച്ചിട്ടുണ്ട്, അതും എനിക്കറിയാം. ഇത് എൻ്റെ സ്റ്റൈലാണ്, ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് കുറേ മസാലകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നല്ല രീതിയിൽ മന്തി ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മന്തി ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആ 3 സോസോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വരൂ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ചിക്കൻ ഇടുകയാണ്. മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത് വലിയ വലിയ പീസുകളാണ്. അപ്പോൾ സാധാരണ ബിരിയാണി കട്ടിനെക്കാട്ടിലും വലിയ പീസസ് ആയിരിക്കും കബ്സ മന്തി എന്നുള്ളതിന്. ഇതിലേക്ക് നമ്മൾ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് മതി, കൂടുതൽ ഇട്ട് കൊടുക്കരുത്. 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ ക്യൂബ്സ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതേമാതിരി തന്നെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം മതി ഇട്ടുള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണയും ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് നല്ല പോലെ നമ്മൾ കുറച്ച് കളറും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷണലാണ്, അതേ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 6-7 മണിക്കൂർ ഇത് നന്നായിട്ട് പിടിക്കാൻ വെക്കണം. അതിലാണ് ആ ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഒരു 6-7 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് റെഡിയാവാൻ പോണതിന് മുമ്പായിട്ട് നമ്മൾ അരി എടുക്കുകയാണ്. നമ്മൾ മന്തിക്കുള്ള അരി നോക്കുകയാണെങ്കിൽ സെല്ലാർ റൈസ് എന്നാണ് അതിൻ്റെ പേര്. സെല്ലാർ റൈസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. കറക്റ്റ് വെള്ളമൊന്നുമല്ല, നല്ലോണം വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, അതേമാതിരി തന്നെ ഉണക്ക നാരങ്ങ, ഉപ്പ്, എണ്ണ, നാരങ്ങ നീര് ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണ സമയത്ത് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സെല്ലാർ റൈസ് ഇട്ട് കൊടുക്കുക. എനിക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 5-6 കിലോനുള്ളതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കനെ നമുക്ക് വേവിക്കാൻ വെക്കാം. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അതിൽ തന്നെ ഉള്ള വെള്ളവും എണ്ണയും കൊണ്ട് അത് നന്നായിട്ട് വേവണം. അപ്പോൾ ഓരോ ചിക്കനും ഇങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കുക. അതിങ്ങനെ നല്ല പോലെ ആ ഒരു ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം കേട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതപ്പോൾ നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സെല്ലാർ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സെല്ലാർ റൈസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 80% മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. 80% വെന്ത് കഴിഞ്ഞ ഉടനെ നമ്മളതിനെ വാർത്ത് വെക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ദമ്മിൽ വെന്തോളും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് താഴെയും മുകളിലും ഒക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നല്ല ചൂടോടുള്ള ചിക്കനിലേക്ക് ചൂടോടുള്ള വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതിൽ ചെയ്യാറുള്ളത്. അതായത് അരി ഭയങ്കരമായിട്ട് കൂളായി, ചിക്കൻ ഭയങ്കര കൂളായി അങ്ങനെ പാടില്ല. രണ്ടും നല്ല ചൂട് വേണം. എല്ലാ ചോറും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കളറ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നോക്കൂ, ഈ കളറിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ചോയ്സാണ്. ഇതിപ്പോൾ സെയിം നമ്മുടെ റെസ്റ്റോറൻറ്റ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. വളരെ ഗുഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബുഷ് ബ്രാൻഡിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ റെഡ് കളറും യൂസ് ചെയ്തിട്ടുണ്ട്, പാലിൽ കുങ്കുമപ്പൂ കലക്കിയിട്ടുള്ളതും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് നമുക്ക് കുത്തി കൊടുക്കാം. അവിടെ ആയിട്ടുള്ള രീതിയിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന് സ്മോക്ക് കൊടുക്കണം. ആ സ്മോക്ക് കൊടുക്കാൻ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്മോക്ക് കൊടുക്കാൻ കനൽ നന്നായി ചൂടാക്കിയിട്ട് ഒരു പാത്രം ഉള്ളിലേക്ക് വെക്കുക. അതിലേക്ക് 2 ഡ്രോപ്പ് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോക്ക് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. ആ സ്മോക്കോട് കൂടിയിട്ട് അങ്ങനെ കവർ ചെയ്ത് വെക്കുക. ഈ സ്മോക്കിൻ്റെ ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്തിയെ നമ്മളെ സൂപ്പറായിട്ടുള്ള രീതിയിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സ്മോക്ക് ഒട്ടും തന്നെ കളയരുത്. ഒട്ടും കളയാതെ തന്നെ നമുക്ക് നീറ്റായിട്ട് ഫോയിൽ പേപ്പറിൽ നമ്മൾ അടച്ചു കൊടുക്കുന്നു. അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ട്രാപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ അടച്ചു കൊടുത്തിട്ട് നമ്മൾ ദമ്മ് കയറ്റുന്ന സമയത്ത് നമുക്കൊരു 15-20 മിനിറ്റ്സ് ആണ് നമ്മൾ ദമ്മ് കയറ്റുന്നത്. ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആണ്. ഇനി ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് താഴെ. നിങ്ങൾ ഉപയോഗിക്കാത്ത വല്ല ദോശക്കല്ല് എടുത്തോളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 15-20 മിനിറ്റ്സ് നന്നായിട്ടാവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തുറക്കുന്ന സമയത്ത് അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിരിക്കും. വേറെ ഒരു മസാലകളും ഇല്ല.
ഓക്കെ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് അറ്റ് ഓൾ, നമ്മളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ആ ഒറിജിനൽ ഫ്ലേവർ ആൻഡ് സ്മോക്കി ഫ്ലേവറിലാണ് ഇതിൻ്റെ ആ ഒരു എസെൻസ് കിടക്കുന്നത്. സോദ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് എല്ലാം എടുത്ത് മാറ്റുക, നമ്മുടെ ഉണക്ക നാരങ്ങ എടുത്ത് മാറ്റുക. ഇനി മന്തി സെർവ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതായത് ആ ചോറിനെ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കും, എന്നിട്ട് നമ്മുടെ ചിക്കനെ എടുത്ത് മാറ്റി വയ്ക്കും, എന്നിട്ട് ആ ചോറിനെ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ആ മസാലയോട് കൂടിയിട്ട് ആ ചിക്കനിന്ന് വന്നിട്ടുള്ള മസാലയില്ലേ ആ മസാലയോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ചോറ്. സെല്ല റൈസ് ശരിക്കും സൂപ്പറാണ് ഇതിന്. എന്നിട്ട് ചോറിനെ ഒന്ന് മാറ്റി വയ്ക്കുക. ചോറിനെ മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ മുഴുവൻ പെറുക്കി വയ്ക്കുക. പെറുക്കി വെച്ചതിന് ശേഷം ഈ ചോറിനെ വീണ്ടും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിൽ വന്നിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ നീരാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചിക്കൻ മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ചോറിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് മന്തി ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സത്യമായിട്ടും പറയാമല്ലോ, എനിക്ക് എവിടെ പോയി കഴിച്ചാലും മന്തി എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന മന്തിക്ക് അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ചോറ് വിളമ്പിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ 2 പീസ് ചിക്കൻ വിളമ്പുക. എന്നിട്ട് 3 സാലഡാണ് ഉണ്ടാക്കാറുള്ളത്. പൊതുവേ ഇതിന് മിൻറ്റ് സാലഡ്, അതേമാതിരി അറബിക് സാലഡ്, പിന്നെ മയനൈസ്, ഇതാണ് സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത കണ്ണേട്ടന് നമുക്ക് കഴിച്ചിട്ട് മിൻറ്റ് ചട്നി, അറബിക് ചട്നി, പിന്നെ ആ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ആ മയോല് മിക്സ് ചെയ്തിട്ട് ഈ ഇതിൽ കൂടെ വെച്ചിട്ട് കഴിക്കുക. കണ്ണേട്ടന് ഇഷ്ടമല്ലാത്തൊരു സംഭവമല്ലേ മന്തി? ആ അതന്നെ, യു ജസ്റ്റ് ഹാവ്. ഹോം മെയ്ഡ് ഇസ് ഡിഫറെന്റ്. സ്മോക്ക് ഒന്നുമില്ല കേട്ടോ. അറബിക് സ്റ്റൈൽ ആയതുകൊണ്ട് നത്തിങ്. ഇറ്റ്സ് ദ സ്മോക്ക്. അല്ല, ഒന്നുമില്ല, നോ മസാല. മീൻ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക അതൊക്കെ ഉണ്ട്. പക്ഷേ യു ഡോണ്ട് ഹാവ് എനി ഹെവി സ്റ്റൈൽ ഓഫ് മല്ലിപ്പൊടി, മുളക് പൊടി, അത് നോ 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 നത്തിങ്. It's a very mild flavored, but the flavor is coming from the smoke, the charcoal smoke. But അതേമാതിരി ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ പാടും. അത്രയ്ക്കും സൂപ്പർബായിട്ടുള്ള രീതിയിൽ അതങ്ങനെ അങ്ങോട്ട് ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുഴിമന്തിയല്ലേ, അതങ്ങനെ കുഴിയിലേക്ക് ഇറക്കി വെക്കുകയല്ലേ അവര്, എന്നിട്ട് അതിലാവണതല്ലേ ഇത്. പക്ഷെ നമ്മളിപ്പോ അതിന് പകരമൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യണമെന്ന്. ഇങ്ങനെയാണ് അവര് സെർവ് ചെയ്യുക. സോ യു ആർ സപ്പോസ് ടു ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു മസാല ഇല്ലാണ്ട് വരണ സമയത്ത് എന്തിനു കൊള്ളും എന്നുള്ള ലെവലിലേക്കാണ് ആൾക്കാർ ചിന്തിക്കുക. പക്ഷെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് യു വിൽ ലൈക്ക് ഇറ്റ്. ഇഷ്ടായോ? ഒരുത്തൻ തുറന്ന ഉടനെ കഴിച്ചിട്ട് പോയി. എന്താണ് പറയുക, നോ ടൈം ടു വേസ്റ്റ്, ടക്ക് എന്നും പറഞ്ഞു. തുറക്കണ സമയത്ത് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് ഒതുക്കി വെക്കുമ്പോഴേക്കും ക്യാൻ യു സർവ് മീ ഏതായി. ശരി, എന്നാ കഴിച്ചോ പറഞ്ഞു ഞാൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു.